Good morning, students. Today's topic is free energy functions. Free energy functions are thermodynamic functions which can be used to predict the spontaneity of a reaction. അപ്പോൾ എന്താണ് free energy functions എന്ന് പറയുന്നത്? Functions that can be used to predict the spontaneity of a reaction. രണ്ട് തരം free energies ആണുള്ളത് സിസ്റ്റങ്ങളെ സംബന്ധിച്ച്. Helmholtz free energy represented by the letter A and Gibbs free energy represented by the letter G. അപ്പോൾ ഇതിനകത്ത് എയും ജിയും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി എന്താണെന്ന് നോക്കാം. ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി ഈസ് അതർവൈസ് നോൺ ആസ് വർക്ക് ഫംഗ്ഷൻ. മറ്റൊരു പേരാണ് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി എ is given by the equation U minus Ts, or the Helmholtz free energy is related to internal energy and entropy through the equation A is equal to U minus Ts. Okay, അപ്പോൾ consider a process or consider a system undergoing a process as a result of which it changes from state 1 to state 2. Temperature and volume are kept constant. T and V are kept constant. So A1 is equal to, for the state 1, A1 is equal to U1 minus Ts1. Equation inaan. A2 is equal to U2 minus Ts2. അല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റേറ്റിലുമുള്ള ചേഞ്ചസ് കിട്ടി, A1 and A2. So what is delta A? The change in Helmholtz free energy is equal to A2 minus E1, that is final state minus initial state, that is U2 minus U1 minus Ts2 minus Ts1. അപ്പോൾ എന്താണ് ഇത്? ഡെൽറ്റ യു മൈനസ് ടി കോമൺ ആണ്, ഡെൽറ്റ എസ്. So that is equal to delta U minus T delta S. So Helmholtz change in Helmholtz free energy delta A is equal to delta U minus T delta S. Now ഓരോ thermodynamic properties പറഞ്ഞപ്പോഴും നമ്മൾ അതിന്റെ physical significance എന്താണെന്ന് പറഞ്ഞിരുന്നു. അതായത് അത് അറിയുന്നത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്, significance എന്താണ് അതിന്റെ importance എന്നുള്ളത്. So for a reversible process, delta S is equal to Q reversible by T. നമ്മൾ പഠിച്ചതാണ് Q reversible by T. delta S ന്റെ definition, അതായത് entropy define ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ് delta S is equal to Q reversible by T. So അപ്പം Q reversible എന്ന് പറയുന്നത് എന്താ? Cross multiplying with is equal to T delta S. നമ്മളുടെ equation എന്തായിരുന്നു? delta A is equal to U minus delta S. അല്ലേ? അപ്പോൾ അത് നമ്മൾ ഇവിടെ കൊണ്ടുവരുവാണ്. ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് ടി ഡെൽറ്റ എസിന് പകരം നമ്മൾ എന്ത് എഴുതി? ക്യൂ റിവേഴ്സിബിൾ എഴുതി ഇവിടെ. സോ ഫ്രം ഫസ്റ്റ് ലോ ഡബ്ല്യു റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് ക്യൂ, അല്ലേ? അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഡെൽറ്റ യു ഈസ് ഈക്വൽ ഡി യു ഈസ് ഈക്വൽ ടു ഡി ക്യൂ പ്ലസ് ഡി ഡബ്ല്യു എന്നാണ് നമ്മുടെ ഫസ്റ്റ് ലോ. അതിൻ്റെ തന്നെ മാറ്റി എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡി യു മൈനസ് ഡി ക്യൂ എന്ന് വരും, അല്ലെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു, അല്ലെങ്കിൽ ഡബ്ല്യു റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് ക്യൂ റിവേഴ്സിബിൾ. ഡബ്ല്യു റിവേഴ്സിബിൾ എടുക്കുമ്പോൾ നമുക്ക് ക്യൂ റിവേഴ്സിബിൾ എടുക്കാം, അല്ലേ? അപ്പോൾ ക്യൂ റിവേഴ്സിബിളിന് പകരം എന്താ? ഡബ്ല്യു റിവേഴ്സിബിൾ. അപ്പോൾ ഡെൽറ്റ യു മൈനസ് ക്യൂ റിവേഴ്സിബിൾ എന്ന് കിട്ടി. ഡെൽറ്റ യു മൈനസ് ക്യൂ റിവേഴ്സിബിൾ എന്താണ്? ഡെൽറ്റ എ തന്നെയാണ്. സോ വാട്ട് ഈസ് ഡബ്ല്യു റിവേഴ്സിബിൾ? ഡബ്ല്യു റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ. രണ്ട് സൈഡിലും നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു റിവേഴ്സിബിൾ. ഓർ വി ക്യാൻ സേ ദാറ്റ് ഫോർ ആൻ ഐസോതെർമൽ, നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടാണല്ലോ വെച്ചിരുന്നത്, റിവേഴ്സിബിൾ ആണ്. സോ ഫോർ ആൻ ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്, decrease in Helmholtz free energy. Decrease എന്ന് പറയാൻ കാര്യം മൈനസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. So decrease in Helmholtz free energy is equal to the maximum work done by the system. മാക്സിമം വർക്ക് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യു റിവേഴ്സിബിൾ, ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിലാണ് നമുക്ക് മാക്സിമം വർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ decrease in Helmholtz free energy is equal to the maximum work that can be done by a system. Minus sign ആണ്, അതുകൊണ്ട് work is done by the system.
അപ്പോൾ അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്. അപ്പോൾ നമുക്ക് ഹെൽമോൾസ് ഫ്രീ എനർജി അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെൽറ്റ ഇ അല്ലെങ്കിൽ മൈനസ് ഡെൽറ്റ എ എന്ന് പറയുന്നതാണ് ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വർക്കിന്റെ അളവ് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എ മൈനസ് ഡെൽറ്റ എ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരുന്നു, വോളിയം കോൺസ്റ്റന്റ് ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു റിവേഴ്സിബിൾ. ഓക്കെ, ഇനി അടുത്ത ഫ്രീ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്കൂൾ മുതലേ നിങ്ങൾ പഠിക്കുന്നതാണ്, ഗിബ്സ് ഫ്രീ എനർജി ജി. ബൈ ഡെഫിനിഷൻ ഇറ്റ് ഇസ് ജി ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി, എ ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. നിങ്ങൾക്ക് അറിയാമല്ലോ, രണ്ട് തെർമോഡൈനാമിക് ഫംഗ്ഷൻസ് മാത്രമേ പാത്ത് ഫംഗ്ഷൻസ് ഉള്ളൂ. എന്തൊക്കെയാണത്? ക്യൂവും ഡബ്ല്യുവും. ബാക്കി എല്ലാ തെർമോഡൈനാമിക് ഫംഗ്ഷൻസും എന്ത് തരം ഫംഗ്ഷൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞേക്കുന്നത്? സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ് അല്ലേ? അപ്പോൾ നമ്മളുടെ എ എന്ന് പറയുന്നത് യു ടിയും എസ്, യുവും ടിയും എസ് എന്ന് പറയുന്നത് മൂന്നും സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഫംഗ്ഷൻ ആണല്ലോ, അതിന്റെ ഒരു ആ മൂന്ന് പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമ്മളുടെ എ എന്ന് പറയുന്നത്. അതുകൊണ്ട് എയും ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ജി എന്ന് പറയുന്നത് എന്താ? ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് ആണ്. എച്ചും എസും ടിയും സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ജിയും ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തെർമോഡൈനാമിക് പ്രോസസ് ഒക്കർ ചെയ്യാണ് ഒരു സിസ്റ്റത്തിനകത്ത്. ദാറ്റ് ഇസ് ചേഞ്ച് ഫ്രം സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2. സോ ഡെൽറ്റ ജി നേരത്തെ ചെയ്ത പോലെ തന്നെ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പൊ ഇനി ഇതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. നേരത്തെ പോലെ തന്നെ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഫസ്റ്റ് ലോയിൽ നിന്നും ഡബ്ല്യു, നമ്മൾ ഡബ്ല്യു എന്ന് പറയുന്ന ടോട്ടൽ വർക്കിനെ നമ്മൾ രണ്ടായിട്ടൊന്ന് തിരിക്കുകയാണ്, വർക്ക് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് വർക്ക് ഓഫ് നോൺ എക്സ്പാൻഷൻ. അപ്പൊ നമ്മൾക്ക് രണ്ട് തരത്തിലാണ്, ഒന്നിൽ എക്സ്പാൻഷൻ വർക്ക് ആയിരിക്കും നടക്കുന്നത്, അല്ലെങ്കിൽ നോൺ എക്സ്പാൻഷൻ വർക്ക് ആയിരിക്കും നടക്കുന്നത്. അപ്പൊ ആ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് വർക്ക് എക്സ്പാൻഷൻ വർക്ക് നോൺ എക്സ്പാൻഷൻ വർക്കും കൂടി ചേരുന്നതായിരിക്കും. സോ ക്യൂ ഈസ് ഈക്വൽ ടു ഈ ഡബ്ല്യുവിനെ നമ്മൾ വർക്ക് എക്സ്പാൻഷൻ വർക്ക് ആൻഡ് നോൺ എക്സ്പാൻഷൻ വർക്ക് എന്ന് ഡിവൈഡ് ചെയ്തു. വർക്ക് വർക്ക് ഓഫ് ഈക്വൽ ടു മൈനസ് പി ഡി വി. സോ മൈനസ് പി ഡി വി എന്ന് പറയുമ്പോൾ വർക്ക് ഓഫ് എക്സ്പാൻഷന്റെ സ്ഥാനത്ത് നമ്മൾ മൈനസ് പി ഡി വി ഇട്ട് കൊടുത്തു, ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ. ഓക്കെ, ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഈ ഡെൽറ്റ യുവിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു റീഅറേഞ്ച് ചെയ്താണ്, ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി മൈനസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ. യു പ്ലസ് പി വി എന്ന് പറയുന്നതാണ് ഡെൽറ്റ എച്ച്. സോ എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി. സോ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ എച്ച് ആയിരിക്കും. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ. സോ ഫോർ എ റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്, നേരത്തെ നമ്മൾ പറഞ്ഞത് ക്യൂ റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ്. ഈ റിലേഷൻസ് ഒക്കെ എപ്പോഴും ഓർത്ത് വെക്കണം, ഒന്നിന് പകരം നമ്മൾ മറ്റൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. For a reversible isothermal process, Q reversible is equal to T delta S. ഇത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ക്യൂവിന് പകരം നമ്മൾ എന്തെടുക്കുന്നു? T delta S. So T delta S is equal to delta H minus W non expansion. നമ്മൾ റീഅറേഞ്ച് ചെയ്യാണ്. W non expansion is equal to delta H minus T delta S. Delta H minus T delta S എന്നാണല്ലോ നമുക്കിവിടെ കിട്ടിയതല്ലേ? ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് എന്ത്? ഡെൽറ്റ ജി എന്ന് പറയുന്നത്. നോക്കിക്കേ, കണ്ടോ? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. സോ ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി. അപ്പൊ നമുക്ക് പറയാം എക്സ്പാൻഷൻ വർക്ക് മാറ്റി നിർത്തിയിട്ടുള്ള വർക്കാണ് ഡെൽറ്റ ജി റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ നെറ്റ് വർക്ക് എന്ന് പറയും. നോൺ എക്സ്പാൻഷൻ വർക്കിനെയാണ് നമ്മൾ സിസ്റ്റത്തിന്റെ നെറ്റ് വർക്ക് എന്ന് പറയും. നെറ്റ്വർക്ക് അല്ല, നെറ്റ് വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് സൈഡിലും ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? മൈനസ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്രീസ് ഇൻ ഗിബ്സ് ഫ്രീ എനർജി in a reversible isothermal process at constant pressure is equal to the maximum useful work done by the system. നമ്മൾ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി, ഐസോതെർമൽ പ്രോസസ് ആണ്. അപ്പോൾ പിയും ടിയും കോൺസ്റ്റന്റ്സ് ആണ് അല്ലെ? പി ആൻഡ് ടി ആർ കോൺസ്റ്റന്റ്സ്. സോ ഡിക്രീസ് ഇൻ ഗിബ്സ് ഫ്രീ എനർജി ഈസ് ഈക്വൽ ടു ദ നെറ്റ്
work that can be obtained from this obtained, that is work done by the system. വർക്ക് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സോ ദ വർക്ക് ഇസ് ഡൺ ബൈ ദ സിസ്റ്റം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതിലൂടെ ഒരു നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഫ്രീ എനർജി ഫങ്ഷൻസ്. ഡെൽറ്റ ജിയും ഡെൽറ്റ എയുമാണ് നമ്മുടെ ചേഞ്ച് ഇൻ ഫ്രീ എനർജി ഫങ്ഷൻസ്. ഡെൽറ്റ ജി എന്ന് പറയുന്നത് നെറ്റ് വർക്കിനെയും ഡെൽറ്റ എ എന്ന് പറയുന്നത് മാക്സിമം വർക്ക് ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം സിസ്റ്റത്തെയും റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഇസ് വേരിയേഷൻ ഓഫ് ഗിബ്സ് ഫ്രീ എനർജി വിത്ത് പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. G is a function of P and T. അപ്പോൾ നമ്മൾക്ക് അതിനെ നമുക്ക് എങ്ങനെയാണ് അത് വേരി ചെയ്യുന്നത് നോക്കാം. G is equal to H minus Ts or H is equal to U plus PV. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് നിന്ന് U plus PV minus Ts. നമ്മൾ ഇനി ഇതിന്റെ ടോട്ടൽ ഡിഫറൻഷ്യൽ എടുക്കുകയാണ്. dg is equal to du plus, അതായത് യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു du, PVനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും? PdV plus PdP അല്ലേ? TSനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ TdS മൈനസ് SdT. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി ഫ്രം ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ്, ഇനിയിപ്പോൾ ഇതിനകത്ത് കുറേ ടേംസ് നമുക്ക് മാറിപ്പോകും. അതായത് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ നോക്കുവാണെങ്കിൽ du ഈസ് ഈക്വൽ ടു dq മൈനസ് PdV. dq എന്ന് പറയുന്നത്, അതായത് du ഈസ് ഈക്വൽ ടു dq പ്ലസ് dw, or it is equal to dq minus pdv അല്ലേ? അപ്പൊ duവിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? dq minus pdv എന്ന് എഴുതാം. dq എന്ന് പറയുന്നത് എന്താണ്? tds ആണ്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ എന്ത് എഴുതാം? du എന്ന് പറയുന്നത് എന്താണ്? tds minus pdv ആണല്ലോ അല്ലേ? tds minus pdv. പിന്നെ ഒരു pdv അവിടെ കിടപ്പുണ്ട് ഉണ്ടല്ലോ, അത് vdp tds sdt. അപ്പൊ ഇതെല്ലാം കൂടെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എന്ത് കിട്ടും? dg is equal to vdp minus sdt എന്ന് കിട്ടി. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നമ്മൾ വേരിയേഷൻ ഓഫ് പ്രഷർ ആണ് നോക്കുന്നത്. അപ്പൊ മറ്റതിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. ഇവിടെ രണ്ട് വേരിയബിൾസ് ആണ് ഉള്ളത്, പ്രഷറും ടെമ്പറേച്ചറും ആണ് രണ്ട് വേരിയബിൾസ് ഉള്ളത്. നമ്മൾ ഒരെണ്ണത്തിനെ അങ്ങ് കോൺസ്റ്റന്റ് ആക്കുവാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി. സോ ദാറ്റ് dt is equal to 0. അപ്പോൾ dg at constant temperature is equal to vdp. On integration, what we'll get? v ക്ക് പകരം നമുക്ക് എന്ത് എഴുതണം? കാരണം v is a function, ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. സോ v is equal to rt by p. നമ്മൾ അതിനെ അവിടെ കൊണ്ടുവന്നു. So that is equal to delta g is equal to rt ln p2 by p1. So delta g varies with the pressure. അപ്പോൾ വേരിയേഷൻ ഓഫ് ഡെൽറ്റ ജി വിത്ത് പ്രഷർ ആണ് ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നത്. ഈ ഇക്വേഷന്റെ ഡെറിവേഷനേക്കാളും ഉപരിയായിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചോളുക. നെക്സ്റ്റ് ഇസ് വേരിയേഷൻ. ഇനി അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഇക്വേഷൻ ആണ്. വേരിയേഷൻ ഓഫ് ഗിബ്സ് ഫ്രീ എനർജി വിത്ത് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. വേരിയേഷൻ ഓഫ് ഗിബ്സ് ഫ്രീ എനർജി വിത്ത് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് നോൺ ആസ്, ഈസ് ഗിവൺ ബൈ ദ ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, നിങ്ങൾക്ക് അറിയാം. ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ ഗീവ്സ് ദ വേരിയേഷൻ ഓഫ് ഗിബ്സ് ഫ്രീ എനർജി വിത്ത് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. നമുക്ക് ആ ഇക്വേഷൻ നോക്കാം. g is equal to h minus ts, h is equal to u plus pv. നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പുകൾ തന്നെ നമ്മൾ ചെയ്യുകയാണ്. എവിടം വരെ എത്തണം? നമ്മൾ dg is equal to vdp minus sdt എന്ന് കൊണ്ടുവരും. നേരത്തെ നമ്മൾക്ക് t ആണ് നമ്മൾ വേരിയബിൾ ആയിട്ട് എടുത്തത്, സോറി p ആണ് നമ്മൾ വേരിയബിൾ ആയിട്ട് എടുത്തത്, t കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുമായിരുന്നു. ഇവിടെ നമ്മൾക്ക് എന്താണ് അറിയേണ്ടത്? വേരിയേഷൻ വിത്ത് t ആണ് അറിയേണ്ടത്. സോ വി ക്യാൻ കീപ് p കോൺസ്റ്റന്റ്. സോ dp is 0. So dg at constant pressure is equal to minus sdt. അപ്പോൾ എന്ത് വരും? dg dou g by dou tp is equal to minus s. അപ്പോൾ ഈ dou g by dou tp നെ നമ്മളുടെ g is equal to h minus ts എന്ന് പറയുന്നിടത്ത് minus s എന്താണ്? minus s is equal to dou g by dou tp. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ g is equal to h plus t into dou g by dou tp. Or for a change in Gibbs free energy, delta G is equal to delta H plus T into dou delta G by dou Tp.
or we can say delta G is equal to, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ രണ്ട് ഫോമിനെ നമ്മൾ വിളിക്കുന്നത് ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ എന്ന് തന്നെയാണ്. ഇത് രണ്ടും പഠിച്ചു വെക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ ഇതിന്റെ വേറൊരു ഫോമാണ്, ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷന്റെ വേറൊരു ഫോമാണ് ഡോ ഡെൽറ്റ ജി ബൈ ഡോ ടി പി, ഡോ ഡെൽറ്റ ജി ബൈ ടി ഡോ ടി പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി സ്ക്വയർ മൈനസ് ഡെൽറ്റ എച്ച് ബൈ ടി സ്ക്വയർ. ഇതൊരു ഫോമാണ്. ഇതും പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സിൽ തന്നിട്ട് ഗിബ്സ് ഹെൽമോൾട്സ് ഫോം ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് തെറ്റിപ്പോകരുത്. ഇതും ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ പറഞ്ഞത് ഗിബ്സ് ഫ്രീ എനർജി വെച്ചാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഹെൽമോൾട്സ് ഫ്രീ എനർജി വെച്ചും ഇതേ ഇക്വേഷൻ എഴുതാൻ പറ്റും. അതിനെയും നമുക്ക് ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ എന്ന് തന്നെയാണ് വിളിക്കാൻ പറ്റും. അങ്ങനെ തന്നെ അതിനെ വിളിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ജി എച്ച് ഇക്വേഷൻ അല്ലെങ്കിൽ ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ എന്താണ്, ഇതിനകത്തുനിന്ന് നോക്കി നിങ്ങൾക്ക് പറയാം. ക്യാൻ ബി യൂസ് ടു ഫൈൻഡ് ഔട്ട് ഡെൽറ്റ ജി വെൻ ഡെൽറ്റ എച്ച് അറ്റ് കോൺസ്റ്റന്റ് പി വെൻ ഡെൽറ്റ ജി അറ്റ് ടു ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് ആർ നോൺ അല്ലേ. ഡോ ഡെൽറ്റ ജി രണ്ട് ടെമ്പറേച്ചർ ഉള്ളത് അറിയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡെൽറ്റ എച്ച് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ടു കാൽക്കുലേറ്റ് ഡെൽറ്റ ജി ഫോർ എ പ്രോസസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഇതറിയാന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഡെൽറ്റ ജി കണ്ടുപിടിക്കാം. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻസ്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഫ്രീ എനർജി ഫങ്ഷൻസ് ക്യാൻ ബി യൂസ് ടു പ്രെഡിക്ട് ദ സ്പോണ്ടേനിറ്റി ഓഫ് എ റിയാക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഫ്രീ എനർജി ഫങ്ഷൻസ് എങ്ങനെയാണ് നമ്മളുടെ സ്പോണ്ടേനിറ്റിയും ഇക്വിലിബ്രിയവും പ്രെഡിക്റ്റ് ചെയ്യാൻ, അതിന്റെ ക്രൈറ്റീരിയ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോർഷനാണിത്. The criteria for reversibility and irreversibility of a reaction can be predicted in terms of U, H, A and G. ഇതിനകത്ത് ഞാനിപ്പോൾ എല്ലാം വെച്ച് ഞാനങ്ങ് പറയുകയാണ്. സിമ്പിൾ ആണ്, പറഞ്ഞിരിക്കുക. ഏതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. സിലബസിൽ ജിയും എയും ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതെല്ലാം റിലേറ്റഡ് ആയതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് പറയുകയാണ്. സിമ്പിൾ ആണ്, അത് രണ്ടെണ്ണം കൂടി കൂടുതൽ പഠിക്കുന്നതുകൊണ്ട് ഒരു നഷ്ടമൊന്നും ഉണ്ടാവില്ല. ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ് dq reversible is equal to du plus pdv. നമ്മുടെ ഫസ്റ്റ് ലോ ആണ്. dqന് പകരം നമുക്ക് എന്ത് എഴുതാം, dqന് പകരം നമുക്ക് tds എന്ന് എഴുതാം അല്ലേ. So tds is equal to du plus pdv. That is for a reversible process. For an irreversible process, dq reversible is always greater than dq irreversible. അതുകൊണ്ട് എന്ത് എഴുതാം, TDS is greater than du plus p delta pdv for an irreversible process. അതായത് TDS is greater than du plus pdv. This is the condition for an irreversible process. Or we can say TDS is greater than or equal to du plus pdv, where irreversible represents the reversible process. Okay. അപ്പോൾ ക്രൈറ്റീരിയൻ ഇൻ ടേംസ് ഓഫ് എൻട്രോപ്പി ചേഞ്ച് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു എസ് യു എ ജി ഇതിൻ്റെ എല്ലാ ടേംസിലും നമ്മൾ ക്രൈറ്റീരിയൻ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഇതാണ് ജനറൽ ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ടി ഡി എസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് എല്ലാ ക്രൈറ്റീരിയയും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. എൻട്രോപ്പി ചേഞ്ച് നമ്മൾ എടുക്കാൻ പോവാണ്. അപ്പോൾ ഡി എസിന്റെ ടേംസിലാണ് വരേണ്ടത് അല്ലേ. അപ്പം നമ്മൾ പറയുകയാണ് യു ആൻഡ് വി ആർ കോൺസ്റ്റൻസ്. യുവും വിയും കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ പി ഡി വിയിൽ ഡി വി സീറോ, ഡി യു സീറോ അല്ലേ, രണ്ടും സീറോ. അപ്പോൾ ടി ഡി എസ് ഈസ് ഗ്രേറ്റ്. അപ്പോൾ ടി ഡി എസിനകത്ത് ടി നമ്മളിപ്പോൾ ഡി എസ് ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി ബൈ ടി എന്ന് എഴുതിയാൽ മതിയല്ലോ. അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലേ. അപ്പോൾ മൊത്തത്തിൽ സീറോ ആയി, ഇത് മൊത്തത്തിൽ സീറോ ആയി. സോ ഡി എസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. ടി ഡി എസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ഓർ ഡി എസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ അണ്ടർ കണ്ടീഷൻസ് ഓഫ് കോൺസ്റ്റന്റ് യു ആൻഡ് കോൺസ്റ്റന്റ് വി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്രൈറ്റീരിയ ഇൻ ടേംസ് ഓഫ് എൻട്രോപ്പി എന്ത് പറയാൻ പറ്റും. വെൻ എൻട്രോപ്പി ഇസ് decrease in entropy at constant u and v is greater than or equal to 0. ds is greater than 0 for an irreversible process and is equal to 0 for a reversible process.
ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് സ്പോണ്ടേനിറ്റിയുമായിട്ടും അല്ലെങ്കിൽ ഇക്വിലിബ്രിയമായിട്ട് റിലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഓൾ ഇറിവേഴ്സിബിൾ പ്രോസസ്സസ് ആർ സ്പോണ്ടേനിയസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇറിവേഴ്സിബിൾ എന്ന് പറയുന്നത് സ്പോണ്ടേനിറ്റിയെ കാണിക്കുന്നതാണ്. റിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ്? ഓരോ സ്റ്റെപ്പിലും അത് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. സോ റിവേഴ്സിബിൾ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിനെ കാണിക്കുന്നതും ഗ്രേറ്റർ ദാൻ കാണിക്കുന്നത് എന്തിനെയാണ്? സ്പോണ്ടേനിറ്റിയുമാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ irreversible, that is equal to that is predicting the spontaneity of a reaction, and to represent the equilibrium condition of the system. അപ്പോൾ നമ്മൾ ds is greater than 0 for a spontaneous process. അങ്ങനെയല്ലേ? ds is positive. greater than 0 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. എൻട്രോപ്പി കൂടുമ്പോഴാണ് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുന്നത്. സോ ds is positive for a spontaneous reaction and at equilibrium ds is equal to 0. അതാണ് criterion for spontaneity in terms of entropy എന്ന് പറയുന്നത്. For a process to be spontaneous, entropy should be positive. മനസ്സിലായോ? ഓക്കെ. ക്രൈറ്റീരിയൻ ഇൻ ടേംസ് ഓഫ് ഇന്റേണൽ എനർജി. ഇനി ഇന്റേണൽ എനർജി എങ്ങനെയായിരിക്കണം എന്ന് നോക്കാം. അത് നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഇക്വേഷൻ എടുക്കുക. TdS is greater than or equal to du plus PdV. ഇവിടെ നമ്മൾ കീപ്പ് ചെയ്യാൻ പോകുന്നത് എന്തിനെയൊക്കെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ പോകുന്നത്? നമുക്ക് ഡിയുവിന്റെ ടേംസിലാണ് കിട്ടേണ്ടത്. അപ്പം ബാക്കി രണ്ടുപേരെയും നമുക്ക് കോൺസ്റ്റന്റ് ആക്കാം. അതായത് എസിനെയും ബിനെയും നമ്മൾ കോൺസ്റ്റന്റ് ആക്കുകയാണ്. സോ du is equal to TdS minus PdV, അല്ലെ? PdV greater than or equal to 0. ഇത് രണ്ടും 0 ആയി, 0. So ds is less than or equal to du is less than or equal to 0 എന്ന് വരും, അല്ലേ? So for an irreversible process or for a spontaneous process, delta u or du should be less than 0. That is, it is negative. That is, for a process to be spontaneous, the internal energy should be decreasing or should be negative, and at equilibrium internal energy is equal to 0. അടുത്തത് ക്രൈറ്റീരിയൻ ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ എച്ച്. ഇത് എളുപ്പമല്ലേ? ഇപ്പോൾ ഒരെണ്ണം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? TdS is equal to du plus PdV. du plus PdV എന്ന് പറയുന്നത് dH തന്നെയാണ്, അല്ലേ? dH ആണ്. അപ്പോൾ നമ്മൾ H എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രഷർ ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങ് കോൺസ്റ്റന്റ് ആക്കുകയാണ്. ഇവിടെ PdV അല്ലേ? P കോൺസ്റ്റന്റ് ആവണം. പിന്നെ ആര് കോൺസ്റ്റന്റ് ആവണം? S കോൺസ്റ്റന്റ് ആവണം, അല്ലേ? എന്നാലേ നമ്മളുടെ DH 0 ആവുകയുള്ളൂ. അപ്പോൾ എസും പിയും കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ ഇത് 0 ആയി. അപ്പോൾ DH is less than or equal to 0. അപ്പോൾ നമ്മൾ എന്ത് പറയും? For a spontaneous process, DH is less than 0, and for at equilibrium the value of delta H is equal to 0. Or for a process to be spontaneous, delta H should be negative എന്ന് നമുക്ക് പറയാം. ഓക്കെ. അടുത്തത് ക്രൈറ്റീരിയൻ ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ എ ആണ്. TdS is equal to du plus PdV. du അപ്പോൾ TdSനെയും കൂടെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇത് 0 ആയി. du മൈനസ് TdS എന്ന് പറയുന്നത് എന്താണ്? അതാണ് da plus PdV. അപ്പം നമ്മൾ ഇനി എന്തൊക്കെ ഇവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം? വിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം, ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആക്കി വെക്കണം. സോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം എന്ത് പറ്റും? ഇതിനെ നമ്മൾ ഇപ്പുറത്ത് ഇത് 0 ആയി. dA is less than or equal to 0. So for a process to be spontaneous, dA should be less than 0, and at equilibrium dA is equal to 0. അടുത്തത് criterion in terms of delta G. TdS is equal to du plus PdV. നമുക്കറിയാം dG is equal to du plus PdV plus VdP minus SdT minus TdS. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ du plus PdV നമ്മൾ എടുക്കുകയാണെങ്കിൽ ബാക്കി എന്തുണ്ട്? du plus PdV is equal to dG minus VdP plus SdT minus plus TdS, അല്ലേ? dG minus VdP plus SdT plus TdS. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ടിയും ടിയും പിയും നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ മതി. TdS TdS ക്യാൻസൽ ആയി.
ടിയും പിയും നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ dg becomes equal to 0. dp is equal to 0, dt is equal to 0. So dg is less than or equal to 0 at constant pressure and temperature. So for a process to be spontaneous, delta G should be less than 0 and at equilibrium, delta G or dg is equal to 0. നമ്മൾ പറയില്ലേ ഡെൽറ്റ ജി ഷുഡ് ബി നെഗറ്റീവ് ഫോർ എ പ്രോസസ് ടു ബി സ്പോണ്ടേനിയസ് എന്ന് പറയില്ലേ, അതിങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇതിന്റെ വാല്യൂ. ഓക്കെ, അടുത്തത് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ സ്പോണ്ടേനിറ്റി ഓഫ് എ റിയാക്ഷൻ. എങ്ങനെയാണ് ഒരു ടെമ്പറേച്ചർ ഒരു റിയാക്ഷന്റെ സ്പോണ്ടേനിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഇസ്, അതിന് വേറൊരു പേര്, ഇപ്പൊ നമ്മളുടെ പരീക്ഷയ്ക്ക് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒന്നിൽ ഡിസ്ക്രൈബ് ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ സ്പോണ്ടേനിറ്റി ഓഫ് എ റിയാക്ഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫ്രീ എനർജി ക്രൈറ്റീരിയൻ ഫോർ സ്പോണ്ടേനിറ്റി എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഞാനൊരു ടാബുലർ കോളത്തിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇത് ഏതാണ് ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. ദ ഫ്രീ എനർജി, ഇപ്പൊ നമ്മൾ കുറെ 4 തെർമോഡൈനാമിക് ഫംഗ്ഷന്റെ ടേംസിൽ യു, എച്ച്, എ, ജി ഇത്രയും ടേംസിൽ നമ്മൾ ക്രൈറ്റീരിയൻ ഓഫ് സ്പോണ്ടേനിറ്റി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തെങ്കിലും ഏറ്റവും നല്ല തെർമോഡൈനാമിക് ഫംഗ്ഷൻ ടു പ്രെഡിക്റ്റ് ദ സ്പോണ്ടേനിറ്റി ഓഫ് എ റിയാക്ഷൻ ഈസ് ജി. ഗിബ്സ് ഫ്രീ എനർജി ആണ് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള തെർമോഡൈനാമിക് ഫംഗ്ഷൻ ഫോർ വാട്ട് ടു പ്രെഡിക്റ്റ് ദ സ്പോണ്ടേനിറ്റി ഓഫ് എ റിയാക്ഷൻ. And only those reactions for which the Gibbs free energy change is negative can occur spontaneously. ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെ കണ്ടീഷനിലാണ് ഡെൽറ്റ ജി 0 ആകുന്നതെന്നാണ്. നമ്മളുടെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ഡെൽറ്റ എസ് ഇസ് പോസിറ്റീവ്. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഡെൽറ്റ എസ് പോസിറ്റീവ് ആയാൽ മാത്രമേ റിയാക്ഷൻ അല്ലെങ്കിൽ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവുള്ളൂ എന്ന്. അപ്പോൾ ഡെൽറ്റ ജി എങ്ങനെയായിരിക്കണം? ഡെൽറ്റ ജി 0 ആണെങ്കിൽ നമ്മൾ പറയും സിസ്റ്റം ഈസ് അറ്റ് ഇക്വിലിബ്രിയം. ഡെൽറ്റ ജി ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ പറയും ദ പ്രോസസ് ഈസ് ഗോയിങ് ടു ബി എ സ്പോണ്ടേനിയസ് പ്രോസസ്. ഡെൽറ്റ ജി ഈസ് ലെസ് ദാൻ 0 then the process is non spontaneous. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നമ്മുടെ ടെമ്പറേച്ചറുമായിട്ട് ഇതിനെ എങ്ങനെ നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. ഒരു ടാബുലർ കോളം വരയ്ക്കുക. ഡെൽറ്റ എച്ച്, ഡെൽറ്റ എസ്, then ഡെൽറ്റ ജി. ഈ ഇക്വേഷൻ എഴുതിയിട്ട് ഈ 4 പാരാമീറ്റേഴ്സും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടാബുലർ കോളം നിങ്ങൾ വരയ്ക്കുക. ഡെൽറ്റ എച്ച്, ഡെൽറ്റ എസ്, ഡെൽറ്റ ജി is equal to ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് and what is the nature of the process. ഇതാണ് നമ്മൾ എഴുതാം. ഈ 4 കോളം നിങ്ങൾ വരയ്ക്കുക. നമ്മൾ ആദ്യം നോക്കുക, ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. നമ്മുടെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതിനകത്ത് ഇത് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ്. അപ്പൊ ഡെൽറ്റ ജി ഈസ് ഓൾവേസ് നെഗറ്റീവ് ആണല്ലോ. സോ ഡെൽറ്റ ജി ഈസ് ഓൾവേസ് നെഗറ്റീവ്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ, അതായത് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കുകയും ഡെൽറ്റ എസ് പോസിറ്റീവ് ആയിരിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് എപ്പോഴും സ്പോണ്ടേനിയസ് ആയിരിക്കും. ആ ഒരു കണ്ടീഷനിൽ പ്രോസസ്സ് എപ്പോഴും സ്പോണ്ടേനിയസ് ആയിരിക്കും. ഏത് ടെമ്പറേച്ചർ ആണെങ്കിലും നമുക്ക് പ്രശ്നമില്ല, പ്രോസസ് ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. When delta H is negative and delta S is also negative. Delta S നെഗറ്റീവ് ആകുകയാണെങ്കിൽ ഇതങ്ങ് പോസിറ്റീവ് ആകും, ഇല്ലേ? ഇത് പോസിറ്റീവ് ആകും. അപ്പൊ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ടി ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. അപ്പൊ ഈ ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഡെൽറ്റ എച്ച് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ഡെൽറ്റ ജി നെഗറ്റീവ് ആകുള്ളൂ, സത്യല്ലേ? അപ്പോൾ സോ ഡെൽറ്റ എച്ച് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ്. അപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞായിരിക്കണം. ഈ വാല്യൂ കുറയണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറവായിരിക്കണം. സോ ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ് അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ്. So the process is spontaneous at low temperature
and the process is an exothermic process. Exothermic process ആണ്. കാരണം എന്താ? ഡെൽറ്റ എച്ച് നെഗറ്റീവാ. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിട്ടുള്ള പ്രോസസ് ആണ് എക്സോതെർമിക്. അതായത് എനർജി പുറത്തോട്ട് കളയുകയാണ്. അവിടോട്ട് വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മളുടെ പ്രോസസ്സ് ലോ ടെമ്പറേച്ചറിൽ തന്നെ നടക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് when delta H is negative and delta S is negative, delta G is negative at low temperatures, and so the process will be spontaneous at low temperature and the process is an exothermic process. For an exothermic process we need not to heat the reaction അല്ലെങ്കിൽ heat the system. നമ്മൾ വീണ്ടും അങ്ങോട്ട് എനർജി കൊടുക്കേണ്ട കാര്യമില്ല. എനർജി പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഹീറ്റ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദ പ്രോസസ് ഈസ് സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ്. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? ഡെൽറ്റ എച്ച് ഇസ് പോസിറ്റീവ് ആൻഡ് ഡെൽറ്റ എസ് ഇസ് ഓൾസോ പോസിറ്റീവ്. അപ്പോ എന്താ പറയാ, നമുക്ക് ഡെൽറ്റ എന്താണ്, എച്ച് പോസിറ്റീവ് ആണ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് നമ്മൾ നോക്കുമ്പോൾ ഇത് പോസിറ്റീവ് അല്ലേ? ഇത് പോസിറ്റീവ് ആകുമ്പോൾ ഇത് നെഗറ്റീവ് ആകും. അപ്പൊ ഡെൽറ്റ ജി നെഗറ്റീവ് ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ വാല്യൂ വലുതാവണം. ഓർ വി ക്യാൻ സേ ടി ഡെൽറ്റ എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച് അല്ലേ? ടി ഡെൽറ്റ എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച് ഫോർ ഡെൽറ്റ ജി ടു ബി നെഗറ്റീവ്. അപ്പോൾ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കണം. അപ്പോൾ the process is spontaneous at high temperatures and the reaction is an endothermic reaction അല്ലേ? പോസിറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇറ്റ് ഈസ് ആൻ എൻഡോതെർമിക് പ്രോസസ്. എൻഡോതെർമിക് പ്രോസസ്സിൽ നിങ്ങൾക്കറിയാം നമ്മൾ ഹീറ്റ് കൊടുത്തേ പറ്റുള്ളൂ. സോ വി ഹാവ് ടു ഹീറ്റ് ദ സിസ്റ്റം. അതുകൊണ്ട് ദ റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ് അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ് ആണല്ലോ. ഇനി നമ്മളുടെ ലാസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഡെൽറ്റ എച്ച് ഇസ് പോസിറ്റീവ് and delta S is negative. Delta S negative ആകുമ്പോൾ T delta S positive ആകും. So delta G is always positive. That is, the reaction is non-spontaneous at all temperatures. All temperatures. നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവില്ല. ഇതാണ് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ഡെൽറ്റ ജി അല്ലെങ്കിൽ സ്പോണ്ടേനിറ്റി ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ സ്പോണ്ടേനിറ്റിയിൽ ടെമ്പറേച്ചറിനുള്ള ഇഫക്റ്റ് ആണ് നമ്മൾ ഇതിൽ കാണിച്ചത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതൊരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു ടാബുലർ കോളം മാത്രം വരച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഈ ടാബുലർ കോളം വരച്ചാൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എളുപ്പമുണ്ട്. നിങ്ങൾ ഈ ടാബുലർ കോളം വരയ്ക്കുക, എന്നിട്ട് എഴുതുക when delta H is negative and delta S is positive, delta J is negative always. So the reaction is spontaneous at all temperatures. അതൊരു പാരഗ്രാഫ് ആയിട്ട് എഴുതുക. അടുത്ത പാരഗ്രാഫ് രണ്ടാമത്തെ കണ്ടീഷൻ. അങ്ങനെ 4 പാരഗ്രാഫിലായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ വേർഡിൽ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. മനസ്സിലായോ? അല്ലാതെ ഈ ടാബുലർ കോളം മാത്രം വരച്ചു വെച്ചിട്ട് കാര്യമില്ല. ഈ ടാബുലർ കോളം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ബാക്കിയുള്ള ഡിസ്ക്രിപ്ഷൻ നോട്ടിനകത്തുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ പഠിക്കാൻ ശ്രമിക്കേണ്ട, മീൻസ് കാണാതെ പഠിക്കാൻ ശ്രമിക്കേണ്ട. നിങ്ങൾ ഈ ഒരു ടാബുലർ കോളം വെച്ചിട്ട് ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് ഈ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാൻ പറ്റും പേപ്പറിൽ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് പഠിപ്പിക്കാനുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.